ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നാച്ചൂസ് പാലസ് കുക്കറി വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മൈസൂർ പാക്കാണ്. വളരെ ടേസ്റ്റായിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇത് ഒരു 15 മിനിറ്റ് മതിയാകും ഇത് തയ്യാറാക്കാൻ വേണ്ടി. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യമായി നമുക്കൊരു പാൻ അടുപ്പിലോട്ട് വയ്ക്കാം. അത് ഫ്ലെയിമൊക്കെ കുറച്ച് വേണം പാൻ വയ്ക്കാൻ. പാൻ ഇരുന്ന് വളരെ ചൂടാവാൻ പാടില്ല. പാൻ വെച്ച ഉടനെ തന്നെ നമുക്ക് 1 കപ്പ് കടലമാവ് അതിലോട്ട് ചേർത്ത് കൊടുക്കണം. കടലമാവ് ഞാൻ അരിച്ചാണ് എടുത്തിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് അതിനെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ചൂടാക്കാതെയും നമുക്കിത് തയ്യാറാക്കാം, പക്ഷേ അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ അടിക്കും ഇത് തയ്യാറാക്കി എടുക്കുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നത്. അതൊന്ന് ചൂടാവട്ടെ. ചൂടാക്കിയതിന് ശേഷം അതൊന്ന് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ഏതാണ്ട് അതൊന്ന് ചൂടായിട്ടുണ്ട്. ഇത്ര തന്നെ മതിയാകും. മറ്റൊരു പാൻ അടുപ്പിൽ വെച്ച് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ കടലമാവ് എടുത്ത അതേ അളവിൽ തന്നെ പഞ്ചസാര 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 3/4 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 3/4 കപ്പ് വെള്ളം മതിയാകും ഷുഗർ സിറപ്പ് തയ്യാറായി കിട്ടാൻ വേണ്ടി. ഷുഗർ സിറപ്പ് ഏതാണ്ട് ആകാറായിട്ടുണ്ട്. ഷുഗർ സിറപ്പിൻ്റെ പരുവം എന്ന് പറയുന്നത് നമ്മൾ ഈ കയ്യിലോട്ട് ഒട്ടിപ്പിടിക്കുമ്പോൾ ഒരു നൂൽ പരുവമാണ്. അത് നല്ലതുപോലെ കട്ടിയാകാൻ പാടില്ല, തീരെ ലൂസാവാനും പാടില്ല. ഇപ്പോൾ ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പോളം നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആ ഷുഗർ സിറപ്പിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അലിയിച്ചെടുക്കാം. നെയ്യൊക്കെ ഒന്ന് അലിഞ്ഞ് ഇതിലോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കടലമാവ് കുറച്ച് വീതം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്പൂണ് മാറ്റിയിട്ട് ഒരു വിസ്ക് ഉണ്ടെങ്കിൽ ഇതിലോട്ട് ഇട്ട് നമുക്ക് മിക്സ് ആക്കുന്നതായിരിക്കും എളുപ്പം. കട്ട പിടിക്കില്ല, ചിലപ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. കുറച്ച് വീതം കടലമാവ് ഇട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലാണ് ഇത് ഇട്ടിരിക്കാൻ വേണ്ടി. തീ കൂടാൻ പാടില്ല. ഇത് നല്ലതുപോലെ ഒന്ന് ഇതിൽ കിടന്ന് എല്ലാം കൂടെ ഒന്ന് മധുരമൊക്കെ പിടിച്ച് ആ മാവ് ഒന്ന് പരുവായി കിട്ടണം. നമ്മുടെ നെയ്യൊക്കെ ഒന്ന് മീതെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി അത് മതിയാകും. ഫ്ലെയിം ഓഫാക്കി നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് നെയ്യോ എണ്ണയോ തേച്ചതിന് ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കേക്ക് മൗണ്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, അതിലോട്ടാണ് ഒഴിക്കുന്നത്. ഒരു 5 മിനിറ്റിനകം തന്നെ ഇത് നല്ലതുപോലെ നമ്മുടെ റെഡിയായി കിട്ടും മൈസൂർ പാക്ക്. ഇനി നമുക്ക് ഇത് മൊത്തം ഇതിലോട്ടാക്കി ഒന്ന് തണുക്കാനല്ല, അത് ഉറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റിനകത്ത് തന്നെ ഇത് തയ്യാറായി കിട്ടുന്നതാണ്. ഇത് ഇനി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. നിങ്ങൾക്ക് അതിൽ വെച്ച് വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇനി ഇതിപ്പോൾ തയ്യാറായതാണ്ട് വേറൊരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാൻ. വലിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള രീതിയിൽ ചെറുതോ വലുതോ ഏത് പീസിലാണോ കട്ട് ചെയ്യാം. ഇത് നല്ല ഹാർഡായിട്ടൊന്നും ഇരിപ്പില്ല. ആവശ്യത്തിന് ഹാർഡായിട്ടും ആവശ്യത്തിന് സോഫ്റ്റായിട്ടുമാണ് ഇരിക്കുന്നത്. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റും ഉണ്ട്. നല്ല എളുപ്പമല്ലേ ഇത് തയ്യാറാക്കാൻ വേണ്ടി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓണാക്കിയാൽ ഞാൻ പുതിയതായി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.